ഫറവോന്റെ മുൻപിൽ വീറുകാട്ടി മോചനമേകിയ മോസധീരൻ. അതെ, ഈജിപ്തിന്റെ അടിമത്തത്തിന്റെ കലാവാരസ്തമനിൽപ്പെടുന്ന ആ ജനങ്ങളെ മോചനത്തിന്റെ പാത കാണിച്ച വീരപുരുഷന്റെ ആധികാര ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം സഹൃദയ സമക്ഷം സമർപ്പിക്കട്ടെ. മോസസിന്റെ പലായനം. അങ്ങോട്ട് നോക്കൂ. അർക്കന്റെ കിരണങ്ങളേറ്റ് പുളകം കൊണ്ട് നിൽക്കുന്ന പൂക്കളെ തലോടുന്ന രണ്ട് കരങ്ങൾ. ആ കരങ്ങളെ എത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു അമ്മയും ഒരു സഹോദരിയെ നമുക്ക് കാണാം. പക്ഷേ അമ്മയുടെ മുഖത്ത് എന്തോ ഒരു ഭയത്തിന്റെ ലാഞ്ചനയില്ലേ? അമ്മയുടെ വാക്കുകളോട് തന്നെ നമുക്കത് കേൾക്കാം. മുത്തേ പുന്നാരപ്പയ്യേതലേ അമ്മതൻ ജീവന്റെ ഭാഗമേ, ഓമനിക്കാനും താലോലിക്കാനും ഭാഗ്യം ഇല്ലല്ലോ പൊന്നോമനെ. അമ്മയുടെ സങ്കടത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, ഫറവോന്റെ കൽപ്പന. പിറന്നു വീഴുന്ന എല്ലാ ഹെബ്രായ ആൺശിശുക്കളും വധിക്കപ്പെടണം. ഈ നശിച്ച തലമുറ ഇനി ഇവിടെ വളരാൻ പാടില്ല. ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും പിടിയുന്ന രോദനങ്ങൾ, അപമാന കരച്ചിലുകൾ. ഇതിന്റെ പേരിൽ ഏത് നിമിഷവും പതിക്കാവുന്ന പാൽ അമ്മയുടെ മുഖത്തിന്റെ ഉറക്കം കെടുത്തി. നമുക്കിതിനെ ഒരു ഞാങ്ങണ പേടകത്തിലാക്കി ഇനി നൈൽ നദിയിൽ ഒഴുക്കിയാലോ അവനെ ദൈവം രക്ഷിക്കും എന്റെ മനസ്സ് പറയുന്നമ്മേ. അമ്മയുടെ ചെവിയിലേക്ക് എത്തിയത് അവന്റെ മൂത്ത സഹോദരി മറിയത്തിന്റെ വാക്കുകളായിരുന്നു. അമ്മ ചിന്തിച്ചു, കുതിരക്കുളം പിടിക്കുന്നുണ്ടോ? പാതകൾ വന്നെത്തും നേരമായോ? ഇല്ല, പാഴാക്കാൻ സമയമില്ല. പൊന്നോമനയെ കാത്തിടണം. ഇല്ല, പാഴാക്കാൻ ഒറ്റ സമയമില്ല. അമ്മ ഇതിന്റെ വരും വരയെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. ഒരു ഞാങ്ങണ പേടകത്തിൽ കുഞ്ഞിനെ കിടത്തി നൈൽ നദിയിലേക്ക് ഒഴുക്കി. പൊന്നുമകളെ, അമ്മയുടെ സ്നേഹം മഴകളേക്കാൾ വലുതാണെങ്കിൽ ഈ അവസ്ഥയിൽ എനിക്കിത് ചെയ്തേ പറ്റൂ. അങ്ങേ മുൻപിൽ എല്ലാം തകർന്നിതാക്കിയിടുന്നു ഞാൻ. കണ്ണീരുണങ്ങാത്ത ഈ മനതാരിൽ നൈൽ നദിയുടെ കുഞ്ഞോളങ്ങൾ അവന്റെ ഉറക്കിക്കെടുത്താതെ തഴിയെ കൊണ്ടുപോകുമ്പോൾ മറിയം പറഞ്ഞു, അമ്മേ, അവൻ ഇവിടേക്കാണ് പോകുന്നത്, ഞാൻ നോക്കട്ടെ. മറിയം ഞാൻ പേടകത്തെ കുറ്റിച്ചെടികൾക്കിടയിലൂടെ പിന്തുടർന്നു. അവൾ ശബ്ദം കേട്ടു. ആരോ കടന്നു വരുന്നു. അതെ, രാജകുമാരും തോഴിമാരും. അയ്യോ, എന്താണ് സംഭവിക്കുക? അവൾ ഹൃദയവിളിപ്പോടെ കുറ്റിക്കാട്ടിൽ മറന്നു വന്നു. രാജകുമാരും തോഴിമാരും കടന്നു വരികയാണ്. കത്തിന്റെ ജാലമേറ്റുതുള്ളും പൂക്കളെ തൊട്ടു തലോടി വിട്ടും മണ്ണിന് കുളിരാർന്നു പുഞ്ചിരിയും കുമാരി വന്നു കടന്നു പോയി. അതെ, രാജകുമാരി സന്തോഷത്തോടെ വന്ന് ആ പുഴക്കടവിലേക്ക് കാലെടുത്ത് വെച്ചത് കണ്ടു. എന്തോ ഒന്ന് ഒഴുകി വരുന്നു. നോക്കൂ, എന്താണ്? തോഴിമാർ ഓടിച്ചെന്നു. ആ ഞാങ്ങണപ്പുഴ കൈയെടുത്തു. അവൻ ഞെട്ടിപ്പോയി. ശിശു അവരെ കുഞ്ഞിനെ രാജകുമാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. രാജകുമാരിയെ കണ്ടതും ആ കുഞ്ഞിന്റെ വിടർന്ന കണ്ണുകളോടെ നല്ലൊരു ചിരി. ഒരു കുഞ്ഞില്ലാത്തവന് വേദന അനുഭവിക്കുന്ന രാജകുമാരി പറഞ്ഞു, ഇവനെ വിട്ടുകളെ എനിക്ക് പറ്റില്ല, ഇവനെ എനിക്ക് വളർത്തണം. പക്ഷെ കുമാരി, രാജശാസനം അതൊന്നും കുമാരി കേട്ടില്ല. കുമാരി ചോദിച്ചു, പക്ഷേ ഈ കുഞ്ഞിനെ ആരും മുടി കിട്ടും? അത്രയും നേരം കൊച്ചിക്കാരനെ പിന്നെ മറന്നു നിന്ന മറിയം ചെന്ന് പറഞ്ഞു, കുമാരി, അങ്ങേക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഒരു സ്ത്രീയെ ഞാൻ മുലയൂട്ടാൻ കൊണ്ടുവരട്ടെ? ശരി, കൊണ്ടുവരൂ. അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. അതെ, വ്യക്തമ പോറ്റമയായി നൈൽ നദിയിൽ നിന്ന് ലഭിച്ചതിനാൽ അവൻ അവർ പേരിട്ടു മോസസ്. ഇസ്രായേലിന്റെ അടിമത്തത്തിന് നിന്നും രക്ഷിക്കാനായി ഒരു ദൈവപുരുഷന്റെ പിറവിയുടെ ആരംഭിച്ചു മോസസ്. വീണ്ടും പ്രഭാതം കൊഴിഞ്ഞു വീണു. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. വേദന യാതനയേറി വന്നു. ദൈവജനത്തിൻ മനമിടിഞ്ഞു. രോഗങ്ങളെ, ദുരിതങ്ങളെ, കഷ്ടപ്പാടുകളെ കാലങ്ങൾ കടന്നു പോയപ്പോൾ അന്നത്തെ കോമളനായ ശിശു എന്ന് വളർന്നു വലുതായി വില്ലാളി വീരനായ സുമുഖനായ പാണ്ഡിത്യമുള്ള ഒരു രാജകുമാരനായി തീർന്നു. ഈ കൊട്ടാരത്തിലെ സുഖലോലുപതകളിലൊന്നും അവന്റെ മനസ്സുടക്കിയില്ല. അവന്റെ മനസ്സ് കാണുകയായിരുന്നു. പിടിയുന്ന തന്റെ സഹോദരങ്ങളെ, വേദനിക്കുന്ന ജനങ്ങളെ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ചൂളയിൽ വേവുന്ന മാംസത്തിൻ ഗന്ധവും രക്തം വിയർക്കുന്ന ദേഹത്തിൻ നീറ്റലും ഉണങ്ങാതെ വീഴുന്ന മുറിവിന്റെ വിങ്ങലും ഇതെല്ലാം ആയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്കിടയിൽ അടിമത്തരോധനം വിപ്ലവമാകവേ. അടിമകൾ വിപ്ലവം തുടങ്ങിയ വാർത്ത കേട്ട് ഇനിയും കലാപമുണ്ടാക്കാൻ
പരിച്ഛേദം ചെയ്തവരുടെ രക്തം നമ്മുടെ സമ്മാനങ്ങളുടെ അടിസ്ഥാന ചിലകളെ അഭിഷേകം ചെയ്യട്ടെ. കൽപ്പന കേട്ടത് കങ്കാണിക്കൂട്ട അടിമപ്പാളയത്തിലേക്ക് കുതിച്ചു. ഉയരുന്ന ചാത്തുകൾ പിടിക്കുന്ന ദേഹങ്ങൾ കങ്കാണിക്കാലിരിക്കുന്ന ജീവനും പിടിക്കുന്ന വേദന ഉയരുന്ന നിലവിളി ആ പാളയത്തിലേക്ക് എത്തിയ മോസസ് കണ്ടത് ഈ വർദ്ധനമായിരുന്നു. മോസസിൻ കോപം തീവ്രത്തിടവേ തൊട്ടുപോലെ നേരത്തെ തിരിഞ്ഞു നോക്കി. രാജകുമാര, ഇത് രാജകൽപ്പനയാണ്. എന്റെ മരിക്കാം നീ. ശക്തമായ മോസസിന്റെ കരകളുടെ പ്രഹരമേറ്റ കങ്കാണി ഭൂമിയിലേക്ക് വീണത് ജീവൻ പെടുകയായിരുന്നു. പരിഭ്രമിച്ചു പോയി മോസസ്. എന്താണ് ചെയ്യുന്നത്? അയാളോട് പറഞ്ഞു, രാജകുമാര, കഴിഞ്ഞിട്ടില്ല, അങ്ങ് വിളിക്കുള്ളൂ, നമുക്ക് ഇവന്റെ മൃതദേഹം മറവ് ചെയ്യാം. ആ കങ്കാണിയുടെ മൃതദേഹം മറവ് ചെയ്ത മോസസ് പരിഭ്രമത്തോടെയാണെങ്കിലും കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒന്ന് ചെയ്ത സംതൃപ്തി ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അടിമപ്പാളയത്തിലും സങ്കടങ്ങളും ദുഃഖങ്ങളും തുടങ്ങി. അടിമകൾ തമ്മിൽ പോരടിക്കാൻ തുടങ്ങി. ഒരിക്കൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാനൊക്കെ മോസസ് കണ്ടത് തമ്മിൽ തരുന്ന അഭിപ്രായമാണ്. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ തമ്മിൽ തരുകയോ? നിങ്ങൾ സഹോദരനല്ലേ? പക്ഷെ അവരുടെ മറുപടി മോസസിനെ വെട്ടിച്ചു കളഞ്ഞു. ആരാണ് നിങ്ങളുടെ കാവൽക്കാരനായി നിയമിച്ചത്? അടുത്തയാൾ പടയാളി പറഞ്ഞു. സോറി, അടുത്ത അടിമ പറഞ്ഞു, നിന്നെ അന്ന് കങ്കാണിയെ കൊന്ന് കുഴിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ലാന്ന് കരുതിയോ? നീ ഞങ്ങളെ അതുപോലെ വരയ്ക്കാൻ വന്നാൽ മോസസിന് മനസ്സിലായി, ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടുന്ന് പോണം. തന്റെ ജീവനും അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോസസ് വൈകിയില്ല. മരുഭൂമിയുടെ അറപ്പതിയിലേക്ക് അദ്ദേഹം ഓടി. ഓടുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, നിരാശയിൽ അന്തരാം എൻ ജനത്തെ കാത്തുകൊള്ളേണമേ യഹോവേ. ഇവരുടെ പ്രാർത്ഥന കേൾക്കാതെ ഇനിയും നീ ഇവരെ നീ ദുരിതത്തിൽ തള്ളിയിടണമേ. ഇവരുടെ പ്രാർത്ഥന കേൾക്കാതെ പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടറി മരുഭൂമിയുടെ ആഴത്തിലേക്ക് നീങ്ങുമ്പോഴും മോസസ് അറിഞ്ഞില്ല താനായിരുന്നു അവർക്ക് വരാനിരിക്കുന്ന രക്ഷകനെന്ന്. അതെ, തന്റെ തിരിച്ചുവരവനായി അദ്ദേഹം അറിയാതെയുള്ള മോസസിന്റെ പലായനം അവിടെ ആരംഭിക്കുകയായിരുന്നു. നന്ദി, നമസ്കാരം.